ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കൊഴുവ കറി വെക്കണത് കണ്ടാലോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്, കുറച്ചൊന്ന് കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുത്തതാണ് കേട്ടോ. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു നേരിയ മുളക് പൊടി ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. നമുക്കിത് മാറ്റി വെക്കാം. കുറച്ചെടുത്തിട്ട് ഞാനത് മസാല വരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചും വെച്ചിട്ടുണ്ട്. കറി വെക്കാനായിട്ട് ഒരു കഷ്ണം ഒരു കതിരി വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 പച്ചമുളക്, ഒരു തക്കാളിയും ഒരു പകുതി സവാള, ഇതൊന്ന് അരിഞ്ഞിടാം. ഇനി അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അരപ്പ് ഞാനൊരു പാത്രത്തിൽ മാറ്റിയെന്ന് പറഞ്ഞത് ഇതിലേക്കാണ് കേട്ടോ. ഒരുപാട് അരപ്പുണ്ടല്ലോ, അതുകൊണ്ട് മാറ്റിയതാണ്. 2 പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 കഷ്ണം ചെറുതാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ചിട്ട് പുളിയും ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ നമുക്ക് ആ മീനിട്ട് കൊടുക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഉപ്പ് നോക്കുകയാണ്, ഉപ്പും പുളിയൊക്കെ നോക്കുകയാണ് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. പുളി ഇത്തിരി കൂടുതലായാലും ഞാൻ ഒരു കഷ്ണം മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഈ മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം തിളക്കണ്ട, ഈ മീൻ അധികം വേവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് താളിച്ച് കൊടുക്കാം. കറി തിളക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരുപാട് തിളക്കണ്ട കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും മീൻ, അപ്പോൾ ഉടഞ്ഞ് പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് താളിച്ച് കൊടുക്കാം കേട്ടോ. അതിൽ നിന്ന് നല്ലോണം തിളക്കണ കാരണം കൊണ്ട് ഞാൻ ഈ ഗ്യാസ് വന്ന് ഇറക്കി വെച്ചിട്ടാണ്. ഇപ്പം തന്നെ കണ്ട മീനിൻ്റെ ഒരു പരുവം, പെട്ടെന്ന് ഇത് വെന്ത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറക്കണത് കേട്ടോ. മീൻകറി തളിക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു സവാള എടുത്തിട്ട് കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. താളിക്കണമെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ. കുറച്ച് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. മീൻകറിയിൽ ഉലുവ പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ. താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മൂടി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ മീനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗമായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുക്കണം. മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ബീട്രൂട്ട് തോരനും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല ഇനി. അപ്പോൾ അങ്ങനെ എല്ലാ കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ.